Welcome to Ehlas Tuition. ഉൾക്കൊള്ളിച്ചിട്ടുള്ള സിലബസ് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സ്, ഓസിലേറ്റേഴ്സ് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ്. ആദ്യം നമുക്ക് ഫീഡ്ബാക്ക് ആംപ്ലിഫയേഴ്സിനെ കുറിച്ച് പഠിക്കണം. അപ്പൊ എന്താണ് ഫീഡ്ബാക്ക് നമ്മൾ അറിയണം. അപ്പൊ ഫീഡ്ബാക്ക് ഇസ് യൂസ്ഡ് ഇൻ വിർച്വലി ഓൾ ആംപ്ലിഫയർ സിസ്റ്റം. എല്ലാ ആംപ്ലിഫയർ സിസ്റ്റത്തിലും ഫീഡ്ബാക്ക് ഉണ്ട്. Invented in 1928 by Harold Black, engineer in Western Electric Company. Methods to stabilize the gain of amplifier for use in telephone repeaters. Telephone repeaters നമുക്കറിയാം, നമ്മൾ ടെലഫോണിലൂടെ സെൻഡ് ചെയ്യുന്ന സിഗ്നൽസ് വീക്കായി പോവാണ്ടിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ചില സ്ഥലങ്ങളിൽ നമ്മൾ ആംപ്ലിഫയേഴ്സ് വെച്ച് കൊടുക്കും. അതിനാണ് ടെലഫോൺ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെലഫോൺ റിപ്പീറ്റേഴ്സിൽ ഗെയിൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് 1928 ഹെറോൾഡ് ബ്ലാക്ക് ഈ ഒരു ഫീഡ്ബാക്ക് സിസ്റ്റം കണ്ടുപിടിച്ചത്. ഇൻ ഫീഡ്ബാക്ക് സിസ്റ്റം എ സിഗ്നൽ ദാറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ഔട്ട്പുട്ട് ഈസ് fed back to the input and combined with the input signal to produce a desired system response. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിലുള്ള സിഗ്നൽസ്, ഔട്ട്പുട്ടിലെത്തിയ സിഗ്നൽസ് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പുതിയൊരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. അതിനാണ് ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറയുന്നത്. ഹൗ അൺഇൻറ്റൻഷണൽ ആൻഡ് അൺഡിസൈർഡ് സിസ്റ്റം റെസ്പോൺസ് മേ ബി പ്രൊഡ്യൂസ്ഡ്. ഇങ്ങനെയാണെങ്കിൽ കൂടെ ചില സമയങ്ങളിൽ അൺഇൻറ്റൻഷണലും അൺഡിസൈർഡ് സിസ്റ്റം റെസ്പോൺസ് ഉണ്ടാവാനും ഫീഡ്ബാക്ക് കൊണ്ട് കാരണമാവാറുണ്ട്. അപ്പോൾ ഇതൊരു ഫീഡ്ബാക്ക് ആംപ്ലിഫയറിന്റെ ഒരു സ്കീമാറ്റിക് ഡയഗ്രാണ്. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് എ ടെക്നിക് വെയർ എ പ്രൊപ്പോർഷൻ ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് എ സിസ്റ്റം ഈസ് ഫെഡ് ബാക്ക് ആൻഡ് റീകമ്പൈൻഡ് വിത്ത് ദ ഇൻപുട്ട്. അപ്പോൾ നമ്മളിവിടെ ഒരു ആംപ്ലിഫയർ ഉണ്ട്. ഈ എ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആംപ്ലിഫയർ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് കൊടുത്തു, നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ടിൽ നിന്ന് ഒരു സിഗ്നൽ ഇൻപുട്ടിലേക്ക് തിരിച്ചു വരുന്നത്, അതിനാണ് നമ്മൾ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് രണ്ട് തരത്തിലുണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്, നെഗറ്റീവ് ഫീഡ്ബാക്കും ഉണ്ട്. പോസിറ്റീവ് ഫീഡ്ബാക്ക്. പോസിറ്റീവ് ഫീഡ്ബാക്ക് is the process when the output is added to the input, amplified again, and this process continues. അപ്പോൾ നമ്മൾ ഇവിടെ ഇൻപുട്ട് കൊടുത്തു, ഔട്ട്പുട്ട് കിട്ടി. ഈ ഔട്ട്പുട്ട് വീണ്ടും ഇതിൻ്റെ കൂടെ വന്നിട്ട് ഇൻപുട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ എന്താ, വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ആംപ്ലിഫൈ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള പ്രോസസ്സിനെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഈ ഇൻപുട്ടിൻ്റെ കൂടെ ഔട്ട്പുട്ട് ഒന്നുകൂടെ ആഡ് ചെയ്യും. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഈസ് യൂസ്ഡ് ഇൻ ദ ഡിസൈൻ ഓഫ് ഓസിലേറ്റേഴ്സ് ആൻഡ് അതർ ആപ്ലിക്കേഷൻ. മെയിനായിട്ട് നമ്മൾ ഓസിലേറ്റേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്കിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. Get a feedback when you put the microphone in front of a speaker and the sound gets uncontrollably loud. നമ്മുടെ മൈക്കും സ്പീക്കറും വളരെ ദൂരത്താണ് വെച്ചിട്ടുണ്ടാവുക. അതിന് പകരം നമ്മൾ മൈക്രോഫോണിൻ്റെ തൊട്ടടുത്ത് സ്പീക്കർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, സൗണ്ട് വീണ്ടും സ്പീക്കറിൽ നിന്ന് വരുന്ന സൗണ്ട് വീണ്ടും ആംപ്ലിഫൈ ചെയ്യും, വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. അങ്ങനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് ആംപ്ലിഫൈ ചെയ്യും. അതാണ് ഒരു എക്സാമ്പിൾ. അടുത്തത് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് ദ ഔട്ട്പുട്ട് ഈസ് സബ്സ്ട്രാക്റ്റഡ് ഫ്രം ദ ഇൻപുട്ട്. അപ്പം ഈ ഔട്ട്പുട്ടിൻ്റെ ഒരു പോർഷൻ ഇൻപുട്ടായിട്ട് സബ്സ്ട്രാക്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ളതിനാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ദ യൂസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഈസ് റെഡ്യൂസസ് ദ ഗെയിൻ. പാർട്ട് ഓഫ് ദ ഔട്ട്പുട്ട് സിഗ്നൽ ഈസ് ടേക്കൺ ബാക്ക് ടു ദ ഇൻപുട്ട് വിത്ത് എ നെഗറ്റീവ് സൈൻ. അപ്പോൾ ഔട്ട്പുട്ടിൻ്റെ ഒരു ഭാഗം നെഗറ്റീവ് സൈൻ ആയിട്ടാണ് തിരിച്ചെടുക്കുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടായിട്ട് ഇത് മൈനസ് ചെയ്യുക. സാധാരണ ആംപ്ലിഫയേഴ്സിലാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്കിന് ഒരു എക്സാമ്പിൾ നോക്കാം. സ്പീഡ് കൺട്രോൾ. ഇഫ് ദ കാർ സ്റ്റാർട്ട്സ് ടു സ്റ്റോപ്പ് സ്പീഡ് അപ്പ് അബവ് ദ ഡിസൈർഡ് സെറ്റ് പോയിന്റ് സ്പീഡ്. ഓരോ കാറിനും മാക്സിമം സ്പീഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ കൂടുതലായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കോസസ് ദ ത്രോട്ടിൽ ടു ക്ലോസ്. അപ്പോൾ ആ സമയത്ത് നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാവും, ത്രോട്ടിലിനെ ക്ലോസ് ചെയ്യും, ദർബൈ റെഡ്യൂസിങ് സ്പീഡ്. അപ്പോൾ സ്പീഡ് കുറയും. സിമിലർലി ഇഫ് ദ കാർ സ്ലോസ്, അപ്പം ഇനി കാറ് സ്ലോ ആവും. നെഗറ്റീവ് ഫീഡ്ബാക്ക് ആക്ട്സ് ടു ഓപ്പൺ ദ ത്രോട്ടിൽ. അപ്പോൾ എന്താക്കും, ത്രോട്ടിൽ വീണ്ടും ഓപ്പൺ ആവും.
ഇനി അഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത്? ഒന്ന്, ഗെയിൻ സെൻസിറ്റിവിറ്റി. വേരിയേഷൻ ഇൻ ഗെയിൻ ഇസ് റെഡ്യൂസ്ഡ്. ഗെയിനിൽ വ്യത്യാസം ഉണ്ടാവില്ല. ഗെയിൻ എപ്പോഴും നമുക്ക് കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടി പറ്റും. ബാൻഡ്വിഡ്ത്ത് എക്സ്റ്റൻഷൻ ലാർജർ ദാൻ ദാറ്റ് ഓഫ് ബേസിക് ആംപ്ലിഫയർ. സാധാരണ ആംപ്ലിഫയറിനെക്കാളും കൂടുതലായിട്ട് നമുക്ക് ബാൻഡ്വിഡ്ത്ത് കിട്ടും. കൂടുതൽ ഫ്രീക്വൻസി നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നോയ്സ് സെൻസിറ്റിവിറ്റി മേ ഇൻക്രീസ് സിഗ്നൽ ടു നോയ്സ് റേഷ്യോ. അപ്പം നോയ്സ് കുറവായിരിക്കും നെഗറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ. നമുക്ക് നോയ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. പിന്നെ റിഡക്ഷൻ ഓഫ് നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ. നോൺ ലീനിയർ ഡിസ്റ്റോർഷൻ ഒക്കെ നമുക്ക് മാക്സിമം നെഗറ്റീവ് ഫീഡ്ബാക്ക് വെച്ചിട്ട് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. കൺട്രോൾ ഓഫ് ഇംപിഡൻസ് ലെവൽ. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഇംപിഡൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ഓർ ഡിക്രീസ്ഡ്. നമുക്ക് ഫീഡ്ബാക്ക് വെച്ചിട്ട് അതിൻ്റെ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും നമുക്ക് വ്യത്യാസം വരുത്താൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് കൂടുതലായിട്ട് ഇനി പഠിക്കാം. അപ്പം ഇനി അടുത്തത് ഡിസഡ്വാൻറ്റേജസ് ഓഫ് നെഗറ്റീവ് ഫീഡ്ബാക്ക്. നെഗറ്റീവ് ഫീഡ്ബാക്കിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്യൂട്ട് ഗെയിൻ. ഓവറോൾ ആംപ്ലിഫയർ ഗെയിൻ ഇസ് റെഡ്യൂസ്ഡ് കമ്പയർ ടു ദാറ്റ് ഓഫ് ബേസിക് ആംപ്ലിഫയർ. ഗെയിന് കുറയാണ് ചെയ്യുക. സ്റ്റെബിലിറ്റി. പോസിബിലിറ്റി ദാറ്റ് ദ ഫീഡ്ബാക്ക് സർക്യൂട്ട് വിൽ ബിക്കംസ് അൺസ്റ്റേബിൾ ആൻഡ് ഓസിലേറ്റ് അറ്റ് ഹയർ ഫ്രീക്വൻസി. നമ്മൾ കൊടുക്കുന്ന ഫ്രീക്വൻസിയിൽ ആ ഒരു ഫ്രീക്വൻസി ബാൻഡിലും കൂടുതലാവുന്ന സമയത്ത് കൂടുതൽ ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ അതിന് അൺസ്റ്റേബിളും ആവും, പിന്നെ ഓസിലേറ്റർ ആയിട്ട് ചിലപ്പം വർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് ഡിസഡ്വാൻറ്റേജസ് ആണ് നെഗറ്റീവ് ഫീഡ്ബാക്കിനുള്ളത്. ബേസിക് ഫീഡ്ബാക്ക് കൺസെപ്റ്റ്. സാധാരണ ഒരു ഫീഡ്ബാക്ക് കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, ഒരു സോഴ്സ് ഉണ്ടാവും. ആ ഒരു സോഴ്സ് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കും. അതിന് മുന്നേ ഒരു സമ്മിങ് സിഗ്നൽ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് നമ്മൾ ഈ ഇൻപുട്ടും ഇതിൽ നിന്ന് വരുന്ന ഫീഡ്ബാക്കും കൂടെ സം ചെയ്യുന്നത്. അപ്പോൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് ആയതുകൊണ്ട് നമ്മൾ ഇൻപുട്ടിൽ നിന്ന് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് റെഡ്യൂസ് ചെയ്യും, സബ്സ്ട്രാക്ട് ചെയ്യും. അതിനുശേഷം മാത്രമാണ് ആംപ്ലിഫയറിൽ കൊടുക്കുന്നത്. എന്നിട്ട് ആംപ്ലിഫയർ അത് ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കും. അപ്പോൾ ബേസിക് കോൺഫിഗറേഷൻ ഓഫ് ഫീഡ്ബാക്ക് ആംപ്ലിഫയർ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. ആംപ്ലിഫയേഴ്സിന് നമുക്ക് 4 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അപ്പോൾ അവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും നോക്കിയിട്ട്. അപ്പോൾ ആ 4 എന്ന് പറയുന്നത് വോൾട്ടേജ് ആംപ്ലിഫയർ, കറണ്ട് ആംപ്ലിഫയർ, ട്രാൻസ് കണ്ടക്ടൻസ് ആംപ്ലിഫയർ, ട്രാൻസ് റെസിസ്റ്റൻസ് ആംപ്ലിഫയർ. അപ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ എന്ന് പറയുമ്പം സീരീസ് ഷണ്ട് ആണ്. കറണ്ട് ആംപ്ലിഫയർ എന്ന് പറയുമ്പം ഷണ്ട് സീരീസ് ആണ്. ട്രാൻസ് കണ്ടക്ടൻസ് എന്ന് പറയുമ്പം സീരീസ് ആണ്. ട്രാൻസ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പം ഷണ്ട് ആണ്. നമുക്ക് അതിന്റെ ഡയഗ്രാം നോക്കാം. അപ്പൊ ആദ്യം സീരീസ് ഷണ്ട്. ഇൻപുട്ടിൽ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും, ഔട്ട്പുട്ടിൽ ഷണ്ട്. അതാണ് സീരീസ് ഷണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഷണ്ട് സീരീസ്. ഇൻപുട്ട് ഷണ്ടാണ്, പാരലൽ ആണ്, ഔട്ട്പുട്ട് സീരീസ് ആണ്. സീരീസ് ഇൻപുട്ടും സീരീസ് ആണ്, ഔട്ട്പുട്ടും സീരീസ് ആണ്. ഷണ്ട് ഇൻപുട്ടും ഷണ്ടാണ്, ഔട്ട്പുട്ടും ഷണ്ടാണ്. അപ്പോൾ സീരീസ് കണക്ടിങ് ടു ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഇൻ സീരീസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്. സീരീസ് എന്ന് പറയുമ്പോൾ ഫീഡ്ബാക്ക് സിഗ്നല് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും, അതാണ് സീരീസ്. ഷണ്ട് എന്ന് പറഞ്ഞാൽ ഫീഡ്ബാക്ക് സിഗ്നല് ഷണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവരുടെ പാരാമീറ്റേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. സീരീസ് ഷണ്ട് ആണെങ്കിൽ, അതായത് വോൾട്ടേജ് ആംപ്ലിഫയർ ആണെങ്കിൽ, നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് വോൾട്ടേജ്, ഔട്ട്പുട്ടും വോൾട്ടേജ്. അപ്പോൾ ഇതിന്റെ ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ A/1 + β A ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 1 + β A × Ri ആണ്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടും. ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ R0 / 1 + β A. അപ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയും. അപ്പോൾ 1 + β A ഫാക്ടർ ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടും, ഇവിടെ 1 + β A ഫാക്ടർ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറയും. ഷണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കറണ്ട് ആണ്, ഔട്ട്പുട്ടും കറണ്ട് ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ A/1 + β A ആണ്. എല്ലാവരുടെയും ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇത് തന്നെയാണ്. ഇവിടെ ഇൻപുട്ട് റെസിസ്റ്റൻസ് കുറയും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കൂടും. സീരീസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ടിൽ വോൾട്ടേജ്, ഔട്ട്പുട്ടിൽ കറണ്ട്. ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടും, ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കൂടും. അപ്പോൾ സീരീസ് എന്ന് പറയുമ്പോൾ സീരീസ് ആണെങ്കിൽ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടും. ഇവിടെ സീരീസ് ആണെന്ന് പറയുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് കൂടി. ഷണ്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കുറഞ്ഞു. ഷണ്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഇവിടെ കുറഞ്ഞു, സീരീസ് ആകുന്ന സമയത്ത് കൂടി. അപ്പം അത് ഓർത്ത് വെച്ചാൽ മതി. സീരീസ് എന്ന് പറയുമ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടും. ഷണ്ട് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് റെസിസ്റ്റൻസും ഔട്ട്പുട്ട് റെസിസ്റ്റൻസും കുറയും. അപ്പോൾ ഷണ്ട് ഇവിടെ സീരീസ് ആണെങ്കിൽ, സീരീസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആയിരിക്കും. സീരീസ് ഷണ്ട് എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആംപ്ലിഫയർ, അപ്പോൾ രണ്ടാളും വോൾട്ടേജ്. ഷണ്ട് സീരീസ് എന്ന് പറയുമ്പോൾ കറണ്ട്.
സീരീസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കറണ്ട് ആണ്. ഷണ്ട് എന്ന് പറയുമ്പോൾ കറണ്ട് വോൾട്ടേജ് ആണ്. അപ്പം അത് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. Oscillators are electronic circuit that generate an output signal without the necessity of an input signal. നമ്മൾ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കാതെ ഔട്ട്പുട്ട് സിഗ്നൽ ഉണ്ടാക്കുന്നതിനാണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ബയാസിംഗ് വോൾട്ടേജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയിലുള്ള സിഗ്നലിനെ തരും. അതാണ് ഓസിലേറ്റേഴ്സ്. ഇറ്റ് പ്രൊഡ്യൂസസ് എ പീരിയോഡിക് വേവ് ഫോം ഓൺ ഇറ്റ്സ് ഔട്ട്പുട്ട് വിത്ത് ഓൺലി ദ DC സപ്ലൈ വോൾട്ടേജസ് ആൻഡ് ഇൻപുട്ട്. DC സപ്ലൈ കൊടുക്കുന്നത് നമ്മൾ ഫംഗ്ഷൻ ജനറേറ്ററിലല്ലേ, അതിന് നമ്മൾ പവർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സിഗ്നൽ അത് പ്രൊഡ്യൂസ് ചെയ്ത് തരും. അതൊക്കെ ഓസിലേറ്റർ ആണ്. ഔട്ട്പുട്ട് വോൾട്ടേജ് ക്യാൻ ബി either sinusoidal or non-sinusoidal depending on the type of oscillation. ചിലപ്പം സൈൻ വേവ് ആയിരിക്കും, അല്ലെങ്കിൽ ട്രയാങ്കുലറോ അങ്ങനെയുള്ള ഏതെങ്കിലും വേവ് ആയിരിക്കും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് പ്രൊഡ്യൂസസ് വാരിയസ് ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ഇൻക്ലൂഡിങ് സൈൻ വേവ്സ്, സ്ക്വയർ വേവ്സ്, ട്രയാങ്കുലർ വേവ്സ് ആൻഡ് സോട്ടോത്ത് വേവ്സ്. അപ്പോൾ ഒരു DC സപ്ലൈ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഓസിലേറ്റർ നമുക്ക് എങ്ങനെയാണോ സിഗ്നൽ വേണ്ടത് അങ്ങനെയുള്ള സിഗ്നൽ നമുക്ക് തരും. ഇതൊരു സൈൻ വേവ് ആണ്, ഇതൊരു സ്ക്വയർ വേവ് ആണ്, ഇതൊരു സോട്ടോത്ത് വേവ് ആണ്. ഓസിലേറ്റേഴ്സ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സും റിലാക്സേഷൻ ഓസിലേറ്റേഴ്സും. ഇപ്പോൾ ഫീഡ്ബാക്ക് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു ആംപ്ലിഫയർ ഉണ്ടാവും, പിന്നെ ഫീഡ്ബാക്ക് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയുമ്പം ചിലപ്പോൾ അത് ഫേസ് ഷിഫ്റ്റ് ഉണ്ടാക്കുന്ന സർക്യൂട്ട് ആണെങ്കിൽ ആംപ്ലിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫേസ് ഷിഫ്റ്റ് കറക്റ്റായിട്ട് ഒഴിവാകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അറ്റന്വേഷൻ സർക്യൂട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. അടുത്തത് റിലാക്സേഷൻ ഓസിലേറ്റർ. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഓസിലേറ്റേഴ്സ് ഇസ് ദ റിലാക്സേഷൻ ഓസിലേറ്റർ. Instead of feedback, a relaxation oscillator uses an RC timing circuit to generate a waveform that is generally square wave or other non-sinusoidal waveform. Feedback ഉണ്ടാവും, അതിൻ്റെ കൂടെ ഒരു RC timing circuit ഉണ്ടാവും. അതെന്തുണ്ടാക്കും? ഒരു waveform ഉണ്ടാക്കും. Typically, a relaxation oscillator uses a Schmitt trigger or other device that changes states to alternatively charge and discharge a capacitor through a resistor. ഇനി ഓസിലേറ്ററിന്റെ മെയിൻ പോയിന്റ് ആണ് ബാർഖൗസൻ ക്രൈറ്റീരിയ. ഒരു സർക്യൂട്ട് ഓസിലേറ്റർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് രണ്ട് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ആദ്യത്തേത് the phase shift around a feedback loop must be 0. feedback loop inde phase shift 0 ആയിരിക്കണം. voltage gain around a closed feedback loop must be equal to 1. voltage gain equal to 1 ആയിരിക്കണം. അതേപോലെ phase shift 0 ആയിരിക്കണം. അതാണ് ബാർഖൗസൻ ക്രൈറ്റീരിയ. phase shift 0 ആയിരിക്കണം, അതേപോലെ gain 1 ആയിരിക്കണം. The RC feedback circuits. 3 types of feedback oscillators that uses RC circuit to produce sinusoidal output. RC circuit ഉപയോഗിക്കുന്ന 3 oscillators ഉണ്ട്. അതാണ് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ, phase shift oscillator, twin T oscillator. Generally, RC feedback oscillators are used for frequencies up to 1 MHz. 1 MHz വരെയുള്ള സിഗ്നൽസിനെയാണ് നമ്മൾ RC oscillators ഉപയോഗിക്കുന്നത്. The Wien bridge is by far the most widely used type of RC feedback oscillator for this range of frequencies. ഈ ഫ്രീക്വൻസീസിൽ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. നമുക്ക് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. The feedback circuit in a Wien bridge uses lead lag circuit. R1 C1 together form a lag portion of the circuit. ഇത് R1 C1 lag portion of the circuit. R2 C2 is the lead portion of the circuit. The output voltage peaks at a frequency called resonance frequency. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട സിഗ്നലിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഏറ്റവും കൂടുതൽ പീക്ക് കിട്ടുന്നത് റെസൊണൻസ് ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസി എന്ന് പറയുന്നത് FR is equal to 1/2π RC ആണ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ R1 is equal to R2 ഉം C1 is equal to C2 ആവുന്ന കണ്ടീഷനിലാണ്. അതേപോലെ at resonance frequency the phase shift through a circuit is 0 and the attenuation is 1/3. ഇതാണ് ഒരു വീൻ ബ്രിഡ്ജ് സർക്യൂട്ട്. ഇനി അടുത്തത് phase shift oscillator. The phase shift oscillator uses 3 RC circuits in the feedback path that have a total phase shift of 180 degree at one frequency.
അപ്പോൾ ഇതാണ് ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ 3 RC സർക്യൂട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 RC സർക്യൂട്ടും കൂടെ നമുക്ക് 180 ഡിഗ്രി ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് തരുന്നുണ്ട്. അപ്പം നമ്മൾ ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ 3 RC സർക്യൂട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 3 RC സർക്യൂട്ടിൽ ഓരോ RCക്കും മാക്സിമം 90 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ oscillators occurs at the frequency where the total phase shift through 3 RC circuit is 180 degree. അപ്പോൾ ഈ 3 RC സർക്യൂട്ടും കൂടെ ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് കൊടുക്കുന്നത് 180 ഡിഗ്രിയാണ്. The inversion of the op-amp itself provides additional 180 degree to meet the requirement for the oscillation at 360 degree. അപ്പോൾ നമ്മൾ op-amp അല്ല ഇവിടെ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന op-ampന്റെ ഔട്ട്പുട്ടിൽ തന്നെ നമുക്ക് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ് ഈ RC സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഈ RC സർക്യൂട്ടിന്റെ അറ്റൻവേഷൻ എന്ന് പറയുന്നത് 1/29 ആണ്. അപ്പോൾ നമുക്കറിയാം യൂണിറ്റി ലൂപ്പ് ഗെയിൻ ആണെങ്കിൽ മാത്രമേ ഓസിലേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ എന്ന് പറയുന്നത് 29 ആണ്. ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ conditions for oscillation with a phase shift oscillator is that if all R and C are equal, ഇവിടെയുള്ള R ഉം C എല്ലാം ഈക്വൽ ആയിരിക്കണം. അതാണ് കണ്ടീഷൻസ്. The amplifier must have a gain at least 29 to make up the attenuation for the feedback circuit. This means that RF by R3 greater than or equal to 29. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഓസിലേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ R ഉം C ഒക്കെ ഈക്വൽ ആയിരിക്കണം. പിന്നെ അതേപോലെ ഇതിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത് 29 ആയിരിക്കണം. അപ്പോൾ അണ്ടർ ദിസ് കണ്ടീഷൻ ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ ഓസിലേഷൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√6 RC ആണ്. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് ട്വിൻറ്റി ഓസിലേറ്റർ ആണ്. അനദർ ടൈപ്പ് ഓഫ് RC ഫീഡ്ബാക്ക് ഓസിലേറ്റർ ഇസ് കോൾഡ് ട്വിൻറ്റി ബിക്കോസ് ഓഫ് 2 T-type RC filters used in feedback loop. രണ്ട് നോക്കുക, ഇവിടെ RC ഫീഡ്ബാക്ക്, ഇവിടെയും RC ഫീഡ്ബാക്ക്. അതുകൊണ്ടാണ് ട്വിൻ ടി ഓസിലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ the basic twin T oscillator combines a low pass and a high pass filter to form a notch filter at the oscillation frequency. അപ്പോൾ ലോ പാസ് ഈ ട്വിൻ ടിയിൽ ഇതൊന്ന് ലോ പാസ് ആയിട്ട് വർക്ക് ചെയ്യും, ഇത് ഹൈ പാസ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ലോ പാസും ഹൈ പാസും, അപ്പോൾ ലോ പാസിനെയും കടത്തിവിടൂല, ലോ ഫ്രീക്വൻസി സിഗ്നൽസിനെയും കടത്തിവിടൂല, ഹൈ ഫ്രീക്വൻസി സിഗ്നൽസിനെയും കടത്തിവിടൂല. അതുകൊണ്ട് എന്താ ഒരു ബാൻഡ് പാസ് ഓസിലേറ്റർ ആയിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2π RC ആണ്. ഇനി അടുത്തത് നമുക്ക് LC ഓസിലേറ്റേഴ്സ് പഠിക്കണം. L എന്ന് പറയുമ്പോൾ ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടെയുള്ള ഓസിലേറ്റേഴ്സ്. Although the RC feedback oscillators, particularly the Greenbridge, are generally suitable for the frequencies up to 1 MHz, LC feedback elements are normally used in oscillators that require higher frequencies for oscillation. അപ്പോൾ 1 MHz വരെ ഉള്ളതിന് RC ഫീഡ്ബാക്ക് പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്താക്കും, അതിൽ കൂടുതലുള്ള ഫ്രീക്വൻസിന് ഓസിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ LC ഓസിലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുക. Also, because of frequency limitation of most op-amps, transistors are often used as gain element in LC oscillators. This section introduced several types of resonant LC feedback oscillators like Colbit, Clap, Hartley, Armstrong and crystal controlled oscillators. നമുക്ക് ഈ ഓസിലേറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനേ. ആദ്യം നമുക്ക് കോൾപിറ്റ് ഓസിലേറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാം. On the basis type of resonant circuit, feedback oscillation is Colbit. ഇവിടെ തന്നിട്ടുള്ളത് കോൾപിറ്റ് ഓസിലേറ്ററിന്റെ ഒരു സർക്യൂട്ട് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പം this type of oscillator uses LC circuit in the feedback. അപ്പോൾ ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് സെക്ഷനിൽ LC സർക്യൂട്ട്, ഇവിടെ LC സർക്യൂട്ട് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ങനെ LC സർക്യൂട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് നമ്മളിവിടെ കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡക്ടറും 2 കപ്പാസിറ്ററും. അപ്പം ഇതിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/2π√LCT ആണ്. അപ്പൊ CT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടില്ലേ, അതിന്റെ C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അപ്പൊ കപ്പാസിറ്റർ ഇവിടെ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് C1 C2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. അങ്ങനെ നമുക്ക് ഇതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 1/2π√L/CT. അപ്പോൾ നമ്മൾ കോൾപിറ്റ് ഓസിലേറ്റേഴ്സ് പഠിച്ചു. അപ്പോൾ കോൾപിറ്റ് ഓസിലേറ്റേഴ്സിൻ്റെ ഒരു വാരിയേഷൻ ആണ് ക്ലാപ്പ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്ലാപ്പ് ഓസിലേറ്റേഴ്സിൽ നമ്മൾ കോൾപിറ്റിൽ 2 കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്, C1 ഉം C2 ഉം പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത്. ഈ
ക്ലാപ്പിൽ ഒരു കപ്പാസിറ്ററും കൂടെ C3യും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ C3യും കൂടെ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈക്വലന്റ് കപ്പാസിറ്റൻസിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഈക്വലന്റ് കപ്പാസിറ്റൻസ് എന്ന് പറയുമ്പോൾ 1/C is equal to 1/C1 plus 1/C2 plus 1/C3 വരും. അപ്പം C എന്ന് പറയുമ്പോൾ 1 divided by 1 plus C1 plus 1/C2 plus 1/C3 വരും. അപ്പം clap oscillator C3 is much smaller than C1, C2. As a result, CT approximately equal to C3. And the resonant frequency is controlled by C3. അപ്പോൾ നമ്മൾ C3യും കൂടെ കൊടുക്കുന്ന സമയത്ത് C3 നമ്മൾ ചെറുതാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ C3 ചെറുതാക്കി കൊടുക്കുമ്പോൾ നമുക്ക് CTന്റെ വാല്യൂ നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ C3ന്റെ വാല്യൂ മാറ്റുന്നതിനനുസരിച്ച് CTനെയും മാറ്റാൻ പറ്റും. അതാണ് ക്ലാപ്പ് ഓസിലേറ്റേഴ്സിന് പ്രത്യേകത. Clap provides a more accurate and stable frequency oscillation since C1 and C2 are shunted by transistor and the stray capacitance alter their values. പിന്നെ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ പഠിക്കുന്നത്. ഹാർട്ട്ലി ഓസിലേറ്റർ കോൾപിറ്റ് ഓസിലേറ്റർ പോലെ തന്നെയാണ്. കപ്പാസിറ്ററിന് പകരം ഇവിടെ 2 ഇൻഡക്ടറാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, L1ഉം L2. അപ്പോൾ ഹാർട്ട്ലി ഓസിലേറ്റർ is similar to Colpitts oscillator except the resonant circuit consists of 2 series inductors and a parallel capacitor. The frequency for Q greater than 10 is. അപ്പോൾ Qന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 10 ആണെങ്കിൽ അതിൻ്റെ ഫ്രീക്വൻസി 1/2π √LTC ആണ്. LT എന്ന് പറയുമ്പോൾ നമ്മൾ 2 ഇൻഡക്ടേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ L1 plus L2 into C. The inductors act as a role similar to C1 and C2 in the Colpitts to determine the attenuation B of the feedback circuit. അപ്പോൾ attenuation നമുക്ക് മനസ്സിലാക്കാൻ L1 divided by L2 ചെയ്താൽ മതി. To assure startup of oscillation, AV must be greater than 1/B. Loading of tank circuit has the same effect in the Hartley as in the Colpitts. That is, Q is decreased and the FR decreases. Q decrease ആകുന്ന സമയത്ത് FRഉം decrease ആവും. Crystal oscillators. ഇനി അടുത്തത് crystal oscillator. The most stable and accurate type of feedback oscillators uses in piezoelectric crystal in the feedback loop to control the frequency. നമ്മൾ കൂടുതൽ സ്റ്റെബിലിറ്റി കൂടുതലായതുകൊണ്ട് മൈക്രോ പ്രോസസ്സറിലൊക്കെ നമ്മൾ ക്രിസ്റ്റൽ ഓസിലേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. Quartz is one type of crystalline substance found in nature that exhibit a property called the piezoelectric effect. When changing a mechanical stress is applied across the crystal to cause it to vibrate. നല്ല സ്ട്രെസ് കൊടുക്കുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യും. വോൾട്ടേജ് ഡെവലപ്പ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് മെക്കാനിക്കൽ വൈബ്രേഷൻ. അപ്പം നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജിനനുസരിച്ച് അത് എന്താക്കും, വൈബ്രേറ്റ് ചെയ്യും. അതാണ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുന്നത്. Conversely, when an AC voltage is applied across the crystal, it vibrates at a frequency of the applied voltage. The greatest vibration occurs at the crystal's natural resonance frequency, which is determined by physical dimension and by way of crystal is cut. അപ്പം ആ ഒരു ക്രിസ്റ്റൽ ഏത് ഫ്രീക്വൻസിയിലാണ് വൈബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ നേച്ചറിനും അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്നതിനനുസരിച്ച് അത് വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ ആ വൈബ്രേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ ക്രിസ്റ്റലിൻ്റെ ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളതെന്നും അത് എവിടുന്ന് അതിൻ്റെ ഫിസിക്കൽ ഡയമെൻഷൻസിനൊക്കെ അനുസരിച്ചിരിക്കും. A great advantages of crystal is that it exhibits very high Q. അതിൻ്റെ Q factor വളരെ കൂടുതലാണ്. An oscillator that uses a crystal as a series resonant tank is resonant tankൽ നമ്മൾ ക്രിസ്റ്റൽ ഉപയോഗിക്കുന്ന ഫിഗറാണ് ഇവിടെ തന്നിട്ടുള്ളത്. The impedance of the crystal is minimum at the series resonance frequency that's providing maximum feedback. The crystal tuning capacitor CC is used to fine tune the oscillator frequency. ഇതിൻ്റെ ഫ്രീക്വൻസി കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു CC എന്ന് പറഞ്ഞ കപ്പാസിറ്ററും കൂടെ കൊടുക്കും. ഇനി അടുത്ത ടോപ്പിക് മൾട്ടി വൈബ്രേറ്റേഴ്സ് ആണ്. Multi vibrators used to implement a simple two-stage system such as oscillators, timers, and flip-flops. Oscillators, timers, flip-flops ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സ് ഉപയോഗിക്കുന്നു. 3 തരത്തിലുണ്ട്: അസ്റ്റേബിൾ, മോണോസ്റ്റേബിൾ, ബൈസ്റ്റേബിൾ. അസ്റ്റേബിൾ എന്ന് പറയുമ്പോൾ അതിന് സ്റ്റെബിലിറ്റി സ്റ്റേറ്റേ ഇല്ല, അത് ഓസിലേറ്റർ ആയിട്ട് ഉപയോഗിക്കുന്നു. മോണോസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ സ്റ്റേറ്റ് ഈസ് സ്റ്റേബിൾ ബട്ട് ദ അതർ ഇസ് നോട്ട്, ടൈമർ അയച്ച് ഉപയോഗിക്കുന്നു. ബൈസ്റ്റേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it remains in either state indefinitely. 2 സ്റ്റേറ്റ് ഉണ്ടാവും, ഏതെങ്കിലും ഒന്നിൽ നിൽക്കും. ഇത് ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് ഉപയോഗിക്കുന്നു. അപ്പം ആദ്യം അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ കൺസിസ്റ്റസ് ഓഫ് 2 ആംപ്ലിഫൈങ് ഡിവൈസസ് ക്രോസ് കപ്പിൾഡ് ബൈ റെസിസ്റ്റേഴ്സ്. 2 ആംപ്ലിഫൈങ് ഡിവൈസസ് ഉണ്ടാവും, അതിങ്ങനെ ക്രോസ് കപ്പിൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ R2 is equal to R3 ആണ്, അതേപോലെ R1 is equal to R4 ആണ്, C1 equal to C2 ആണ്, and R2 greater than R1.
അപ്പോൾ ഈ R2 is equal to R3 ആണ്. അതേപോലെ R2 എന്ന് പറയുന്ന വാല്യൂ ആണ് R1-നേക്കാളും കൂടുതൽ. ഈ കണ്ടീഷനാണ് ഇവർ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. അപ്പോൾ സർക്യൂട്ടിന് 2 സ്റ്റേറ്റ് ആണുള്ളത്. സ്റ്റേറ്റ് 1 എന്ന് പറഞ്ഞാൽ VC1 ലോ ആവുന്ന കേസ് ഇത് ലോ ആവാം, VC1 ഹൈ, VC1 ലോ ആവാം, VC2 ഹൈ ആവാം. Q1 VC1 ലോ ആവുന്ന സമയത്ത് Q1 ഓൺ ആവും, ഇത് ഹൈ ആവുന്ന സമയത്ത് Q2 ഓഫ് ആവും. അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഇത് ഹൈ ആവുക, ഇത് ഹൈ ആവുമ്പോൾ ഇത് ഓഫ് ആവും, ഇത് ലോ ആവുക, അപ്പോൾ ഇത് ഓൺ ആവും. അപ്പോൾ ഈ 2 സ്റ്റേറ്റ് ആണുള്ളത്. ഇത് കണ്ടിന്യൂസ്ലി ഓസിലേറ്റ് ഫ്രം വൺ സ്റ്റേബിൾ ടു അതർ. അപ്പോൾ ഈ രണ്ടിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും. അതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഇനി മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ എന്ന് പറയുമ്പോൾ കപ്പാസിറ്റീവ് പാത്ത് ബിറ്റ്വീൻ VC2 ആൻഡ് VB1 റിമൂവ്ഡ്. നേരത്തെ ഉണ്ടായിരുന്ന കപ്പാസിറ്റീവ് പാത്ത് നമ്മൾ റിമൂവ് ചെയ്തു. സ്റ്റേബിൾ ഫോർ വൺ സ്റ്റേറ്റ്, ഒരു സ്റ്റേറ്റിൽ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ. Q1 ഓഫ് ആൻഡ് Q2 ഓൺ. ഇത് ഓഫും ഇത് ഓൺ ആവുന്ന സമയത്ത്. അപ്പോൾ എന്ന് പറയുമ്പോൾ ഇത് ഓഫ് എന്ന് പറയുമ്പോൾ ഇത് ഹൈ, VC1 ഹൈ ആയിരിക്കും, ഇത് VC2 ലോ ആയിരിക്കും. ആ സ്റ്റേറ്റിലാണ് ഇത് സ്റ്റെബിലിറ്റി ഉണ്ടാവുക. VB2 is momentarily pulled to ground by external signal. VC2 rises to VCC. Q1 turn ons. VC2 pulls down to 0 volt, enter stage 1 temporarily. When the external signals goes high, VB2 charges up to VCC through R2. After certain time t, VB2 is equal to V on, Q2 turns on. VC2 pulled to 0 volt, Q1 turns off, enters state 2 and remains there. Can be used as a timer. അപ്പോൾ ഇതിനൊരു സ്റ്റെബിലിറ്റി സ്റ്റേറ്റ് ഉള്ളൂ. ആ സ്റ്റെബിലിറ്റി സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q1 ഓഫ് എന്ന് പറഞ്ഞാൽ VC1 ഹൈ ആവുന്ന VC1 ഹൈ ആവുക, ഇത് ഓഫ് ആവുക, ഇത് ലോ ആവുക, ഇത് ഓൺ ആവുക. അതാണ് ഇതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ്. അതാണ് മോണോ സ്റ്റേബിൾ എന്ന് പറയുന്നത്. ബാക്കി സ്റ്റേറ്റ് ഒക്കെ ഇതിന് സ്റ്റെബിലിറ്റി ഇല്ലാത്ത സ്റ്റേറ്റ് ആണ്. ഇത് ടൈമർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അടുത്തത് ബൈസ്റ്റേബിൾ സ്റ്റേറ്റ്. ബോത്ത് കപ്പാസിറ്റേഴ്സ്, 2 കപ്പാസിറ്റർ ഒഴിവാക്കി 2 സ്റ്റേറ്റിലും ഇത് സ്റ്റേബിൾ ആണ്. ക്യാൻ ബി ഫോഴ്സ് ടു ഏതർ സ്റ്റേറ്റ് ബൈ സെറ്റ് ഓർ റീസെറ്റ് സിഗ്നൽ. സെറ്റും റീസെറ്റിനും ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് സ്റ്റേറ്റിലും വേണമെങ്കിലും കൊണ്ടുപോയി നിർത്താൻ വേണ്ടി പറ്റും. അപ്പോൾ Q1 ടേൺസ് ഓഫ്, സെറ്റ് സ്ലോ. സെറ്റ് നമ്മളിവിടെ ലോ ആവുന്ന സമയത്ത് ഇതെന്താവും, ഇത് ഓഫ് ആവും. VC1 ആൻഡ് VB2 റൈസസ് ടുവേർഡ്സ് VC1. അപ്പോൾ VC1ഉം VC2 ഒക്കെ എന്താവും, VCCൻ്റെ അടുത്തേക്ക് എത്തും. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് എന്താക്കാം, സെറ്റ് ലോ ആവുന്ന സമയത്ത് ഒരു കണ്ടീഷൻ ഉണ്ടാവും, റീസെറ്റ് ലോ ആവുന്ന സമയത്ത് വേറൊരു കണ്ടീഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് സ്റ്റേബിൾ ആണ്, നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ഉപയോഗിക്കാം. 1 ബിറ്റ് സ്റ്റോറേജിനൊക്കെ നമ്മൾ ഈ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പ് ആയിട്ട് യൂസ് ചെയ്യുന്നത്.